നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോ സമർപ്പിക്കുന്നത് ട്രംപിന് വേണ്ടി ജയ് വിളിച്ചവരും പടക്കം പൊടിച്ചവർക്കും വേണ്ടിയാണ്. അവസാനം ട്രംപ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ, വേരോട് അറുക്കാനായിട്ട് 25% താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യക്ക്. മൈ ഫ്രണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതിലേക്കാട് ഉപരി ഏറ്റവും കൺസേണിങ് ആണ് അല്ലെങ്കിൽ ഉത്കണ്ഠ ഉളവാക്കുന്ന വിഷയം എന്ന് പറയുന്നത് സെക്കൻഡറി സാക്ഷൻ. ഇന്ത്യക്കെതിരെ റഷ്യയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിരിക്കുകയാണ്. ആർക്ക്? ട്രംപിന്. കൂകി തോൽപ്പിക്കാൻ സാധിക്കില്ല. ഓക്കെ, റഷ്യ എന്ന് പറയുന്നത് ഈ പുടിൻ സ്പെഷ്യൽ സർവീസിലെ അതിന്റെ KGB ഏജന്റ് ആണ്. ഓക്കെ, അവനൊക്കെ എന്ന് പറയുന്നത് ഈസ് ലുക്കിംഗ് വാർ എന്ന് പറയുന്നത് ദീർഘവീക്ഷണമാണ്. കാരണം 3 വർഷമായി. ഓക്കെ, പുടിൻ ഇന്ന് തീരുമാനിച്ചാൽ തീരാന്ന് വാറേ ഉള്ളൂ. ഈ പറയുന്ന SU-57 കൊണ്ട് റൗണ്ട് പോയാൽ തീരാന്ന് പ്രശ്നമുള്ളൂ ഉക്രൈൻ. പക്ഷേ ഇനോസ് സ്ലോ ആൻഡ് സ്റ്റഡി. ഓക്കെ, ട്രംപിനെ പോലെ ഡീൽ മേക്കർ അല്ല. ട്രംപ് എന്ന് പറഞ്ഞ ബിസിനസ് മാൻ പൊളിറ്റീഷ്യൻ. സബ് ഡീൽ. ഓക്കെ, KGB മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 3 വർഷമായി യുദ്ധം മുന്നോട്ട് പോകുന്നു. പക്ഷെ റൂബിൾ, ഈ റഷ്യയുടെ കറൻസി റൂബിൾ മുകളിലേക്കാണ് പോകുന്നത്. GDP മുകളിലേക്ക് പോകുന്നു. അത്ഭുതകരം. ട്രംപ് ഇന്ന് ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ യുദ്ധം കടന്നു പോവുകയാണ്. ട്രംപ് പരിഭ്രാന്തനായിരിക്കുകയാണ്. കൂക്കി തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല ഈ പറയുന്ന റഷ്യ. എന്നൊരു കാര്യം ചെയ്യാം, റഷ്യയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇന്ത്യയെ പിടിക്കാം, ചൈനയെ പിടിക്കാം, ബ്രസീലിനെ പിടിക്കാം, സൗത്ത് ആഫ്രിക്കയെ പിടിക്കാം. ചൈനയെ പിടിക്കാൻ അസാധ്യമാണ്. കാരണം ചൈന വളരെ വ്യക്തമാക്കി പറഞ്ഞു, തിരിച്ചു പണി തരും. ചൈനയോട് വിട്ടുകളഞ്ഞു. ഈ പറഞ്ഞ ബ്രസീലും ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയും കാര്യമായിട്ടുള്ള നീക്കുപോക്കില്ല റഷ്യയായിട്ട്. ഓക്കെ, അതായത് വ്യാപാര ബന്ധമില്ല. ഇതിൽ ഇന്ത്യ മാത്രമാണ് ഈ പറയുന്ന ചൈനയായിട്ടുള്ള റഷ്യയായിട്ട് ബില്യൺ കോടിക്കണക്കിന് രൂപയുടെ വ്യാപാര ബന്ധമുള്ളത്. ഇന്ത്യയെ പിടിച്ചിരിക്കുകയാണ്. അതായത് ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഹിപ്പോക്രസി. അതായത് ഈ പറയുന്ന ഇന്ത്യ ഓയിൽ വാങ്ങും, നമുക്കറിയാം ഓയിൽ വാങ്ങുന്നു റഷ്യയുടെ നിന്ന്. ഈ പറയുന്ന 2022 ഈ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് 2% മാത്രമായിരുന്നു ഇന്ത്യ ഈ പറയുന്ന റഷ്യയുടെ നിന്ന് ഓയിൽ വാങ്ങിച്ചിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് ഏകദേശം 60-70% ഇറാഖിനായിരുന്നു മുമ്പ് വാങ്ങിച്ചിരുന്നത്. കാരണം ദൂരെ കൂടുതൽ കൊണ്ട് ഇന്ത്യ ഒഴിവാക്കിയിരുന്നു ഈ പറയുന്ന നമ്മുടെ റഷ്യ. ഇന്നത് ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണറായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഏകദേശം $10 ബില്യൺ ഒരു മാസത്തെ എണ്ണ ഇടപാട് മാത്രമാണ്. ഈ അസംസ്കൃത എണ്ണ ഇന്ത്യയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. കച്ചിൽ, അതായത് ഗുജറാത്തിൽ വരുന്നു. അവിടെ നയാറ, റിലയൻസ്, പിന്നെ ഒരുപാട് IOC ഇവിടെ റിഫൈനറീസ് അത് പ്യൂരിഫൈ ചെയ്ത് അത് പെട്രോളിയം അല്ലെങ്കിൽ ജെറ്റ് എഞ്ചിൻ ഫ്യൂലുകൾ, പെട്രോ കെമിക്കൽ പ്രോഡക്ട്സുകളാക്കി മാറ്റി യൂറോപ്പിലേക്ക് തന്നെ കയറ്റി അയക്കുന്നു. ഇന്ത്യ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ്. കണ്ണുവെച്ചിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന പുട്ടിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പുട്ടിന്റെ സഹോദരന്മാർ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. സെക്കൻഡറി സാങ്ഷൻ. ഇപ്പൊ സാങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ വിചാരിക്കും ഡോളറിൽ ഡീൽ ചെയ്യാൻ സാധിക്കില്ല. അല്ല, ഇതൊരു വലിയൊരു പ്രശ്നമാണ് സെക്കൻഡറി സാങ്ഷൻ. ഓക്കെ, എക്കോണമിക് വാറാണ്. അതായത് ഈ പറയുന്ന റിഫൈനറിയുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം എടുക്കാം. നയാര റിഫൈനറി ട്രംപും കൂട്ടരും കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ യൂണിയൻ സാങ്ഷൻ കൊടുത്തു, നിരോധിച്ചു. നയാര നിരോധിച്ച് നമ്മൾ ചിന്തിക്കും നയാരയ്ക്ക് നാളെ ഒരു പക്ഷേ റഷ്യൻ ക്രൂഡുകൾ വാങ്ങിക്കാൻ സാധിക്കില്ലായിരിക്കും. അതല്ല സാങ്ഷൻ എന്ന് പറയുന്നത്. അവരെ സ്തംഭിച്ചു, അവരുടെ ബാങ്ക് ഇടപാടുകൾ സ്തംഭിച്ചു. ഓക്കെ, അവർക്ക് പണം എടുക്കാൻ പറ്റില്ല. അത് പണം, അതായത് അവര് ഇവരെന്താ ചെയ്യുന്ന ഈ പറയുന്ന യൂറോപ്യൻ യൂണിയനിലേക്കാണ് അയക്കുന്നത്. ഈ അസംസ്കൃത എണ്ണ സംസ്കരിച്ച് കയറ്റി അയക്കുകയാണ്. കയറ്റി അയച്ചാണ് 30 മാസം അല്ലെങ്കിൽ ഒരു മാസം 2 മാസം ക്രെഡിറ്റിലാണ് പോകും. തിരിച്ചു പണം കിട്ടില്ല നയാരയ്ക്ക്. അതുമാത്രം ഡിജിറ്റൽ വാർ. മൈക്രോസോഫ്റ്റ് ആയിരുന്നു ഈ പറയുന്ന നയാറയുടെ എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ പ്രൊവൈഡർ. അതായത് അവരുടെ എല്ലാ തരത്തിലുള്ള ഡേറ്റകളും സൂക്ഷിക്കുന്നത് മൈക്രോസോഫ്റ്റ് അവസാനിപ്പിച്ചു. നയാറയും മൈക്രോസോഫ്റ്റും കൂടി കേസിലേക്ക് പോയിരിക്കുകയാണ്. നയാറ പറയും ഞങ്ങളുടെ ഡേറ്റ ഡേറ്റയ്ക്ക് ആക്സസ് ഇല്ല. ഡിജിറ്റൽ വാർഫെയർ. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ സർവീസ്, പിന്നെ ഫേസ്ബുക്ക് ആയാലും എന്ത് സർവീസുകളാണ് യൂസ് ചെയ്യുന്നത്? പാശ്ചാത്യ കമ്പനികളുടെ എല്ലാ യൂസ് ചെയ്യുന്ന സർവീസുകളും ബാൻ ചെയ്തു. നയാര അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയിരിക്കുകയാണ്. അതൊരു പക്ഷെ അവർ ഈ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ഈ മെഷീനറി അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നാണെങ്കിൽ പാർട്സ് പോലും കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ അടച്ചു പൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്ന നയാറയ്ക്ക്. ഇനി ഇതിന് 12 ദിവസം കഴിഞ്ഞാൽ വരാൻ പോവുകയാണ് ഈ പറയുന്ന ഈ അടുത്ത സെക്കൻഡറി സാങ്ഷൻ. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഉക്രൈന് കൊടുക്കാൻ ലോങ് റേഞ്ച് മിസൈൽസ് കൊടുക്കാൻ പോവുകയാണ്. അറ്റാക്ക് എവിടെയിലേക്ക്? റഷ്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. ഇതുവരെ ഡ്രോൺ വെച്ചുള്ള കളി മാത്രമേ ഉള്ളൂ ആർക്ക്? ഈ ഉക്രൈൻ ഡ്രോൺ അയക്കും, അങ്ങനെ തിരിച്ചൊരു മിസൈൽ പോയി. ഇതാണ് മുന്നോട്ട് പോകുന്നത്. ഈ ബലിസ്റ്റിക് മിസൈൽസുകൾ, അൾട്രാ ലോങ് മിസൈൽസുകൾ പോയി കഴിഞ്ഞാൽ കളി മാറും. ഡീപ്പ് ഇൻസൈഡ് റഷ്യയുടെ ഈ പറയുന്ന ആയുധ കേന്ദ്രങ്ങൾ, പിന്നെ വ്യോമസേന താവളങ്ങളിലേക്ക് ആക്രമിക്കാൻ പോയാൽ കഥ മാറും. ഒപ്പം വരാൻ പോകുന്ന സാങ്ഷൻ ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ബാങ്കുകൾ, റിഫൈനറീസുകൾ, ഇൻഷുറൻസ് കമ്പനികൾ,
പിന്നെ അതോടൊപ്പം തന്നെ ഈ കപ്പൽ കമ്പനികൾ പലർക്കും സാങ്ഷൻ വരും. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരിക്കും ഇന്ത്യക്ക് വരാൻ പോകുന്നത്. ഇത് ചില്ലറ സംഭവമൊന്നുമല്ല. സാങ്ഷൻ, താരിഫ് എന്ന് പറയുന്നത് ചുമ്മാ വലിയ കഥയുള്ള കേസല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബലി ഒരു കൺസംഷൻ എക്കോണമിയാണ്. നമ്മുടെ GDP 60% വരുന്നത് ഇവിടുന്നാണ്. ആളുകൾ പണം സമ്പാദിക്കുന്നു, അത് തിരിച്ചു മാർക്കറ്റിൽ ഇറക്കുന്നു, വാങ്ങൽ വിൽക്കൽ, ഇതിൽ കൂടെയാണ് പോകുന്നത്. എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 40% മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ $40 ബില്യൺ എക്സ്പോർട്ടിംഗ് മാത്രമേ അമേരിക്കയിലേക്കുള്ളൂ. അതിൽ നിന്ന് തന്നെ ഫാർമസ്യൂട്ടിക്കൽസും പിന്നെ 80 ബില്യൺ, അതിൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, IT ഒഴിവാക്കിയാൽ കാര്യമായിട്ടുള്ള വലിയ ഇടപാടൊന്നും ഇന്ത്യക്കില്ല. വലിയ ക്ഷീണം വരാൻ പോകുന്നില്ല താരിഫും കൊണ്ട്. ഓക്കെ, ചില ചില്ലറ തുണിത്തരങ്ങളോ അങ്ങനെയൊക്കെ പ്രശ്നം വരുള്ളൂ. പ്രശ്നം വരാൻ പോകുന്നത് ഇതിലല്ല, താരിഫ്. ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എങ്ങനെ ഇന്ത്യയുടെ മാർക്കറ്റ് ഓപ്പൺ ആക്കാൻ സാധിക്കും? ഇന്ത്യയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. ഈ അമേരിക്ക എന്നുള്ള പാലുകളും, അമേരിക്ക എന്നുള്ള ബ്ലൂബെറി, റാസ്ബെറി, ആൽമണ്ട്സുകൾ, പിസ്റ്റാഷ്യോ, പിന്നെ ഇവിടുന്നുള്ള ബട്ടറി സാധനം വന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് എന്ത് ചെയ്യും? കാരണം ഇവിടുന്നാണ് വരുമാനം. സർക്കാർ വരുന്ന ഇവിടുന്നാണ്. ഈ പറയുന്ന കൺസംഷൻ, അതായത് ഈ പറയുന്ന പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് വരുമ്പോൾ ടാക്സ് അടയ്ക്കുന്നു. അതിന് ടാക്സ് ഇല്ലാതെ കൊടുത്താൽ GDPക്ക് വലിയൊരു ഇഫക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് താരിഫ് വലിയ വെല്ലുവിളിയില്ല. ഇന്ത്യനെ ഇക്കോണമിക്കലി തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആര് ചെയ്യാൻ പോകുന്നത്? ഈ പറയുന്ന ട്രംപ്. ഇതൊരു ഹിപ്പോക്രസി മാത്രമാണ്. അതായത് ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള UK എണ്ണ വാങ്ങുന്നില്ല, പക്ഷേ നാച്ചുറൽ ഗ്യാസ് വാങ്ങുന്നു. ഒരു ശരി, കുഴപ്പമില്ല. സ്വിറ്റ്സർലാൻഡ്, ഓക്കെ, ഈ പറയുന്ന സ്വിറ്റ്സർലാൻഡ് അവരുടെ ഇത് വാങ്ങുന്നുണ്ട്, സ്വർണം വാങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും 2ാമത്തെ വലിയ സ്വർണം എക്സ്പോർട്ടറാണ്. ഈ റഷ്യയുടെ എന്തുകൊണ്ട് എക്കോണമി ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നത്? റൂബിൾ സ്ട്രോങ് ആണ്, GDP സ്ട്രോങ് ആണ്. കാരണം അവർ സ്വർണമുണ്ട്. സ്വർണം വെച്ചാണ് വില വെച്ചുന്നത്. അത് റൂബിൾ അഗെയിൻ സ്വർണമായി മാറിയിരിക്കുകയാണ്. അതാണ് തകർക്കാൻ സാധിക്കാതെ. ഏകദേശം $10 ബില്യൺ ഒരു വർഷത്തെ വരുമാനമാണ് ഇന്ത്യക്ക്. ഇന്ത്യ ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ്. ഇനിയിപ്പോ നാളെ ഇന്ത്യ പറയാണ്, UK പോലെ, ഫ്രാൻസ് പോലെ വസാൽ സ്റ്റേറ്റ്, അടിമ സ്റ്റേറ്റ് മാറി ഇന്ത്യ പറയാൻ പോവുകയാണ്, നാളെ മുതൽ എണ്ണ വാങ്ങുന്നില്ല റഷ്യയുടെ എന്ന്. ഉടനടി എന്താണ്ടാൻ പോകുന്നറിയോ? സൗദി എണ്ണ വില കൂട്ടും. ഇപ്പൊ 72, സൗദി പറയും 75 ഈ സൗദിയും ഈ പറയുന്ന ഈ മറ്റുള്ള രാജ്യങ്ങൾ ഇന്നൂടെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു. ഈ റഷ്യ കാരണം ശരിക്കും പറഞ്ഞാൽ നഷ്ടത്തിലായിരിക്കുന്നത് സൗദിയാണ്. കാരണം സൗദിയാണ് ഇവർക്ക് ഒപ്പേക്ക് രാജ്യങ്ങൾക്ക് എണ്ണ വില കൂട്ടാൻ പറ്റുന്നില്ല. കാരണം ഈ ഇറാനിന്റെയും പിന്നെ റഷ്യയുടെയും ചീപ്പായിട്ട് ഓയിൽ വരികയാണ് മാർക്കറ്റിലേക്ക്. അതാണ് പ്രശ്നം. $65 മറ്റുമാണ് ഇവരുടെ ക്യാപ്പ്. ഈ പറയുന്ന റഷ്യയുടെ 65 വാങ്ങാം. പക്ഷെ ഒപ്പേക്കിന്റെ പണം എന്ന് പറയുന്നത് 75ഉം 80ഉം ആയിരിക്കും. അപ്പൊ ഏകദേശം 10 അല്ലെങ്കിൽ 15% കൂടുതലാണ് ഒപ്പേക്കിന്റെ. ഈ എണ്ണ വാങ്ങാൻ നിർത്തി കഴിഞ്ഞാൽ അപ്പൊ ഇവന്മാര് പണം കൂട്ടും. ഇന്ത്യ വീണ്ടും കൊടുക്കണം. ഇപ്പൊ 105 ഇന്ത്യയിൽ പെട്രോൾ എങ്കിൽ 120 വാങ്ങേണ്ടി വരും. ഇപ്പൊ ജനങ്ങൾ പറയുന്നുണ്ട്, ഇതിന്റെ ബെനിഫിറ്റ് ഒക്കെ അദാനിക്കാണ് പോകുന്നത്, അംബാനിക്കാണ്. അതല്ല പോകുന്നേ. സർക്കാർ ഈ പണമൊക്കെ സൂക്ഷിച്ചു വെക്കുകയാണ്, ഈ പറയുന്ന പണം. കാരണം നാളെ അവർക്ക് അറിയാം, പണി വരുമെന്ന് അറിയാം. $1 പോലും ഈ പറയുന്ന എണ്ണ വില കൂടിയാൽ വലിയൊരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടാവുന്നതായിരിക്കും. ഈ സംഭവം നിങ്ങൾ പറയുന്ന പോലെ വലിയ കഥയുള്ള കാര്യമല്ല. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുക എളുപ്പമുള്ള കാര്യമല്ല. മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ രാജ്യം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വലിയ പണിയുള്ള കാര്യമാണ്. ഇപ്പൊ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പോവാ അമേരിക്ക. പാകിസ്ഥാൻ എണ്ണ പര്യവേഷണം ചെയ്യാൻ പോവാ. അത് അവിടെ അവിടുന്ന് ചൈനയാണെങ്കിൽ അവിടെ ഡാം കെട്ടാൻ പോണു. എല്ലാ തലത്തും ഇന്ത്യനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ വരിഞ്ഞു കെട്ടാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ 2 കന്യാസ്ത്രീകളെ തുറിച്ചു നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ യൂട്യൂബർമാർ ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ പ്രശ്നം. ഇന്ത്യയുടെ പ്രശ്നം ആത്മനിർഭർ. നമ്മൾ സ്വയം പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഈ ഡിജിറ്റൽ പ്രോഡക്ട്സ്, ഈ പറയുന്ന ഗൂഗിൾ ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും ഇതിന് ഡിപ്പെൻഡൻസ് ഒഴിവാക്കണം. നാളെ സാങ്ഷൻ വന്നാൽ ഇവർ അടച്ചുപൂട്ടി പോകും. ഈ അമേരിക്കൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ അല്ല, വാട്സപ്പോ അല്ല നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ടെക് കമ്പനി, സെയിൽഫോഴ്സ്, ഒരുപാട് ടെക് കമ്പനീസ് ഉണ്ട്. അവരെ പ്രോഡക്ട്സ് ഒക്കെ ഇന്നേക്ക് സാങ്ഷൻ വന്നാൽ അവർ അടച്ചുപൂട്ടും. ഡേറ്റ കിട്ടില്ല, കമ്പനി നിശ്ചലമാകും. ഓരോ കമ്പനിയും ഓട്ടോമേഷനാണ് അവർക്കെല്ലാം. കാരണം അവരെല്ലാം സർവൈവ് ചെയ്യുന്ന ഒരുപോലെ ഓട്ടോമേഷൻ കൊണ്ടാണ്. ഡിജിറ്റൽ ഓട്ടോമേഷൻ ആവും, മാനുഫാക്ചറിങ് ഓട്ടോമേഷൻ ആവും. ആത്മനിർഭരമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇന്ത്യക്ക് വരും ദിവസങ്ങൾ വൻ തിരിച്ചടി ആയിരിക്കും. കാരണം പെട്ടെന്ന് അമേരിക്ക എന്ന് പറയാണ്. കാരണം അമേരിക്കക്ക് എന്താ പറയണ്ടേ, ഈ യുദ്ധം തീർത്തേ പറ്റൂ. ഈ റഷ്യ വാർ, അതായത് ഒരു ഹിപ്പോക്രസിയാണ്. കാരണം സുഹൃത്ത് ഇല്ലാതാക്കുക. ഇന്ത്യ ഇല്ലാതാക്കിയാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യ പോയി കാല് പിടിക്കും. അങ്ങനെ റഷ്യ അങ്ങനെ തീരാൻ പോകുന്നില്ല.
ഈ പറയുന്ന ട്രംപിന്റെ ഈഗോയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യ വളരെയധികം ചിന്തിക്കേണ്ട സമയമാണ്. ഇത് ഈ പറയുന്നത് ഈ മറ്റുള്ളവർ പറഞ്ഞ പോലെ അല്ലത്. ഇന്ത്യ വളരെ ഡീപ്പായിട്ട് പ്രശ്നത്തിലേക്കാണ് പോകാൻ സാധ്യത. ഈ പറയുന്ന സാങ്ഷൻ വന്നാൽ അതിനു വേണ്ടി ഇന്ത്യ ഒരുങ്ങണം. ഇന്ത്യ ഒരുങ്ങുന്നത് എവിടെ നിന്നാണ്? ആത്മനിർഭർ പോലുള്ള പരിപാടികൾ സ്പെൻഡ് ചെയ്ത്, എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്യണം, R&Dയിൽ സ്പെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് അടുത്തൊരു 20 വർഷം കൊണ്ട് മുന്നോട്ട് നിൽക്കാൻ പറ്റൂ. ഇന്ന് ലോകത്തിലെ ഒരേ ഒരു രാജ്യം മാത്രമാണ് അമേരിക്കയ്ക്ക് വെല്ലുവിളിയായിട്ടുള്ളത്. ആരാണ്? ചൈന. എല്ലാത്തിലും വെല്ലുവിളിയാണ്. എന്തെടുത്താലും, ടെക് എടുത്താൽ പോലും, ആയുധം എടുത്താൽ പോലും, എന്ത് ഏരിയ എടുത്താൽ പോലും ഒരു കോപ്പി അവർക്കുണ്ട്. ശരിയാണ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്, അടിച്ചു മാറ്റി സ്പൈ എന്തോ ആയിക്കോട്ടെ, പക്ഷെ മുന്നോട്ട് നിൽക്കാൻ അവരുണ്ട്. എന്ന് തുടങ്ങിയ പരിപാടിയാ? 1980-കളിൽ ആരംഭിച്ചാണ് ഈ പരിപാടി. 45-50 വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് ഇന്ന് അവർക്ക് എണീച്ചു നിൽക്കാം. പല ഏരിയകളിലും പല ഉടായിപ്പായിരിക്കും, എന്നാൽ പോലും ചൈന ഒഴികെ ഒരു രാജ്യത്തിനും ഇന്ന് അമേരിക്കക്കെതിരെ നിൽക്കാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന സാങ്ഷൻ വന്നാൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്.